ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. മെയ് 1 ആയിരുന്നു ഈ ചിത്രം റിലീസായിരുന്നത്. സൂര്യയുടെയും നാനിയുടെയും ഒക്കെ പടം വന്ന കൂട്ടത്തിൽ കേരളത്തിൽ തുടരുവിൻ്റെ ഒരു സ്ട്രോങ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ചിത്രം റിലീസായത്. അതുകൊണ്ട് പലർക്കും ഈ ചിത്രം വന്നത് അറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫാമിലി എമോഷണൽ ഡ്രാമ, ഒരു റൈഡാണ് ഈ ചിത്രം. കാരണം നമ്മൾ ഈ സിനിമയിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളവരങ്ങോട്ട് കൊണ്ടുപോകും ഒരു ലോകത്തേക്ക്, അവരുടെ ലോകത്തേക്ക്. അവർ ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ അവരവിടെ എന്തായി, ആരെ കണ്ടു, എങ്ങനെയായി ജീവിതം എന്നുള്ളത് മുഴുവൻ നമ്മളെ കാണിച്ചിട്ട് അവർ നമ്മളെ മടക്കി പറഞ്ഞയക്കുള്ളൂ. ആ കുടുംബത്തിലൊരാളായി നമ്മൾ യാത്ര ചെയ്യും. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന് ശശികുമാർ, മിഥുൻ ജയ്ശങ്കർ, കമലേഷ്, രമേഷ് തിലക്, യോഗിലക്ഷ്മി, സിമ്രാൻ, ഇലങ്കോ കുമരവേലി, MS ഭാസ്കർ, രമേഷ് തിലക് എന്നിവരൊക്കെയാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് ഇതിൽ അഭിഷൻ ജീവന്ത് എന്ന ഡയറക്ടറും അഭിനയിച്ചിട്ടുണ്ട്. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമാണെന്ന് ഡയറക്ഷൻ ആണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും ക്ലീനാണ്. ഇവരെടുത്ത തിരക്കഥയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ളൊരു മേക്കിങ്ങും മ്യൂസിക്, വളരെ മികച്ച് നിൽക്കുന്നൊരു മ്യൂസിക്കുമായിരുന്നു ഈ സിനിമയുടെ. സെയിൻ റോൾഡിനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് വർക്കായിരുന്നു. പിന്നെ ഈ സിനിമയിലെ വില്ലൻ ക്യാരക്ടർ ചെയ്ത ആളുടെ പേര് എനിക്കല്ല, പക്ഷേ അങ്ങനെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ടോട്ടലി ഈ സിനിമ നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ സിനിമ എടുത്തിരിക്കുന്ന സ്റ്റോറി, അതിൻ്റെ സിനാരിയോ എന്ന് പറയുന്നത് പുറത്തുനിന്ന്, അതായത് നമ്മളെ രാജ്യത്ത് അല്ലാത്ത ഒരാൾക്കാർ നമ്മളെ രാജ്യത്തേക്ക് ജീവിക്കാൻ അഭയം തേടി വരുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, അവർ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് പൊളിറ്റിക്സ് ഈ സിനിമയിൽ അവിടെ പറഞ്ഞു വന്നത് വളരെ നീറ്റായിട്ട്, അതായത് വളരെ ലീനിയറായിട്ട്, ഒട്ടും എന്താ പറയുക, കുത്തിക്കയറ്റിയതുപോലെ ഫീൽ ചെയ്യണില്ല. വളരെ സിമ്പിളായിട്ടും എന്നാൽ എഫക്റ്റീവായിട്ടുമാണ് അവർ പറഞ്ഞിരിക്കുന്നതിലെ പൊളിറ്റിക്സ്. കൂടെ നമ്മൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ചിരിപ്പിക്കാനും അതുപോലെ സങ്കടപ്പെടുത്താനും ഈ സിനിമയ്ക്ക് കഴിയും. നമുക്ക് ഓരോ ഇമോഷൻസിനും നമ്മളെ ഉള്ളിലേക്ക് അത്രയും അടിപൊളിയായിട്ട് ഇവർ ഇൻവൾട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക കഴിവാണ്, ഈ ഡയറക്ടറുടെ കഴിവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സിമ്പിളായിട്ട് നമ്മളെ അത് അവരെ ആ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ കഴിവല്ലേ. വലിയ ബഡ്ജറ്റ് ഇട്ട് ഭയങ്കര ബോക്സ് ഓഫീസ് പവർ കാണിക്കുന്ന സിനിമകളെക്കാളും ഇങ്ങനെയുള്ളൊരു ചെറിയ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാ തരത്തിലും ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മളുടെ ഉള്ളിൽ തട്ടും എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും നമ്മളെ മനസ്സിൽ തൊട്ടിട്ടേ പോവുള്ളൂ. അവരുടെ ഓരോ ഇമോഷൻസും നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഇതല്ലേ ശരിക്കും പാൻ ഇന്ത്യൻ പടം. ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ ഈ പടം കാണുക, നിർബന്ധമായിട്ടും കാണണം. കിടിലൻ പടമാണ്. അപ്പോൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ ചാനലിൽ പറയാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.